ആലപ്പുഴ നൂറനാട് LDFിൽ പൊട്ടിത്തെറി. ആരോഗ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്ന് CPI വിട്ടുനിന്നു. നൂറനാട് ഗ്രാമപഞ്ചായത്തിലെ ആർദ്രം പദ്ധതിയിൽ നിർമ്മിച്ച കുടുംബാരോഗ്യ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നാണ് വിട്ടുനിന്നത്. CPI നേതാക്കളോട് ആലോചിക്കാതെയാണ് പദ്ധതിയെന്നും CPI നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. നൂറനാട് പഞ്ചായത്തില് ആർദ്രം പദ്ധതി പ്രകാരം ഒരു ആശുപത്രി കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് 4 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പരിപാടിയായി ബന്ധപ്പെട്ട് യാതൊരുവിധമായ LDF സംവിധാനത്തിലൂടെയുള്ള ചർച്ചകളോ തീരുമാനങ്ങളോ ഒന്നും തന്നെ നാളിതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. അവിടുത്തെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPIയുടെ ഒരു അംഗമാണ്. അദ്ദേഹത്തോട് പോലും ഈ കാര്യങ്ങൾ അറിയിക്കുകയോ ആലോചിക്കുകയോ തീരുമാനങ്ങൾ എടുക്കുകയോ ചെയ്യാതെയാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ കാലമായി ഈ അടുത്ത സമയത്തായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുധീഷ്, ഇപ്പോൾ കുടുംബാരോഗ്യ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് CPI വിട്ടുനിന്നിരിക്കുന്നത്. ഏകപക്ഷീയമായി CPM കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നാണോ നേതാക്കൾ പറയുന്നത്? ദേവിക, അങ്ങനെ തന്നെയാണ്. ഇത് ആലപ്പുഴ ജില്ലയിൽ വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്ന ഒരു തർക്കമാണ് ഇടതുമുന്നണിക്കുള്ളിൽ. അതിൽ CPI പലപ്പോഴും പല കാര്യങ്ങളും CPIയുമായി ആലോചിക്കാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ്. കഴിഞ്ഞ പ്രളയ സമയത്ത് പോലും തോട്ടപ്പള്ളി സ്പിൽവേയുടെ പൊഴി മുറിക്കുന്നതുമായി പോലും ബന്ധപ്പെട്ട് ഇത്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി അന്ന് TJ ആഞ്ചലോസ് ആയിരുന്നു. പരസ്യമായി TJ ആഞ്ചലോസ് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ തുടർച്ചയായി തന്നെ വേണം നൂറിനാട്ടെ ഈ സംഭവം കാണാൻ. ആർദ്രം പദ്ധതിയിൽപ്പെടുത്തിയുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൻ്റെ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CPI പ്രതിനിധിയാണ്. ആ ആളുമായി പോലും ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് ഇന്നത്തെ പരിപാടികളെല്ലാം തന്നെ നിശ്ചയിച്ചതും അതിൻ്റെ ഏകോപനമെല്ലാം നടത്തിയതും എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. അതിൽ മാവേലിക്കര MLA ആയിട്ടുള്ള അരുൺകുമാർ അടക്കമുള്ളവർ ഇത്തരത്തിൽ ആലോചിക്കുന്നില്ല. മൊത്തത്തിൽ ഒരു വലിയേട്ടൻ മനോഭാവത്തോടെ CPM മുന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപം തന്നെയാണ് നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് CPI ഈ പരിപാടിയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. നമുക്കറിയാം, ആലപ്പുഴയിലെ ജില്ലാ സമ്മേളനത്തിലും CPIയുടെ ജില്ലാ സമ്മേളനത്തിലും ഇത്തരം കാര്യങ്ങൾ വലിയ വിമർശനമുണ്ടായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തും മറ്റും CPI മുന്നണി വിടണമെന്ന ആവശ്യം പോലും ഉയരുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് ആലപ്പുഴ ജില്ലയിൽ നൂറിനാട്. അതും CPIക്ക് ഏറ്റവും ശക്തിയുള്ള പ്രദേശമാണ് നൂറിനാട് അടക്കമുള്ള പാലമേൽ അടക്കമുള്ള ചാരുമൂട് അടക്കമുള്ള ഭാഗം. അവിടെ നിന്നുള്ള CPIയുടെ ഈ എതിർപ്പ് വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം വലിയ രീതിയിൽ മുന്നണിയെ ബാധിക്കും എന്ന ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. എന്തുതന്നെയായാലും പരസ്യമായി തന്നെ അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ വീണ ജോർജ് ആരോഗ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ CPI പൂർണ്ണമായും ബഹിഷ്കരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ആ പരിപാടി നൂറിനാട്ട് നടന്നുകൊണ്ടിരിക്കുകയുമാണ്. ദേവിക. ശരി സുധീഷ്.